പെണ്ണിന്റെ ദുആയാണ് അതിന്റെ ഉത്തരം കേട്ടോ. ഒരു പെണ്ണ് ദുആ ചെയ്തു കൊടുത്തതാണ് ഈ മനുഷ്യന് വേണ്ടി. അപ്പൊ പെണ്ണുങ്ങളെ ദുആ പേടിച്ചോളി. ചില ആൾക്കാരെ ദുആക്ക് ഭയങ്കര ഉത്തരായിരിക്കും. എന്താണ് ആ പെണ്ണ് ദുആ ചെയ്തത്? അതെങ്ങനെയാ സംഭവിച്ചത്? നാളെ പറഞ്ഞാൽ മതി. ബാക്കി നമ്മളൊന്ന് എഴുന്നേറ്റ് ഒന്ന് സ്വലാത്ത് ചൊല്ലിയിരിക്കല്ലേ, കുറെ നേരം നിങ്ങൾ ഇരിക്കുന്നത്. ഒന്ന് എഴുന്നേറ്റ് കയ്യൊക്കെ ഒന്ന് പൊക്കി, കാലൊക്കെ ഒന്ന് കുടഞ്ഞ്, ഒന്ന് വേണമെങ്കിൽ ഒരു ചെറിയൊരു എക്സസൈസ് ഒക്കെ ചെയ്തോളി. അടുത്തുള്ള ആളെ ദേഹത്തൊക്കെ ഒന്ന് തട്ടാതെ നോക്കണേ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ. നിങ്ങൾ ചൊല്ലണില്ലേ? തലക്കന്ന് ചൊല്ല. അയച്ചാൻ കൊച്ചെന്നല്ലേ പറയല്ലേ? അപ്പൊ എല്ലാരും ചൊല്ലണേ. പെണ്ണുങ്ങളെ ശബ്ദം താഴ്ത്തിയിട്ട് മെല്ലെ ചൊല്ലിയാൽ മതി. ആണുങ്ങളൊക്കെ ഒന്ന് ഉറക്കെ ചൊല്ലിക്കോളി, അവർക്കൊക്കെ ഒന്ന് പോട്ടെ. സല്ലു അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വസല്ലിം അലൈഹി. ഒന്നുകൂടെ ഉറക്കെ ചൊല്ലാം അല്ലേ? അല്ലാഹുമ്മ സല്ലി അലാ. ഇത് മദീനത്തേക്ക് എത്തണം അല്ലേ? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. കാലൊക്കെ ഒന്ന് കുടഞ്ഞു നോക്കി. ചെറിയൊരു എക്സസൈസ്. കൈയൊക്കെ ഒന്ന് മേലോക്ക്, വിരലൊക്കെ ഒന്ന് ഉഷാറാക്കിയാലേ. ചെറിയൊരു ഊരുവലിച്ചിലൊക്കെ ആയാൽ അടുത്തൊരു മണിക്കൂറിനുള്ള ഊർജം കിട്ടും. അല്ലെ നിങ്ങൾ ഉറങ്ങിപ്പോവും. റെഡിയല്ലേ? നിങ്ങൾ ചെയ്ത നിങ്ങൾക്ക് നല്ലത്. ഇരുന്നോളി. അൽഹംദുലില്ലാ. ചെറിയൊരു ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടായിക്കോട്ടെ. മുസ്തഫ ഇവിടെ? മുസ്തഫ സാഹിബ് ചായയും വെള്ളമൊന്നും ഇല്ലേ മുസ്തഫ? എല്ലാവർക്കും കട്ടൻ ചായ ഒന്നും ഇല്ലേ? അതുണ്ടാക്കിയിട്ടില്ലല്ലേ? ഇവരൊക്കെ വിളിച്ചോണ്ട് വന്നിട്ട് 5 കിൻഡലാണ് നാളത്തെ പരിപാടി. അത് മതി. അപ്പൊ അത് ചായ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് ബാറക്കല്ലാഹ്. ബേജാറായി പോയി അല്ലേ? വേണ്ട, ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വേണ്ട. ചായ ഒന്നും ഇല്ലല്ലോ, ആരും പ്രതീക്ഷിച്ചിരിക്കണ്ടേ. നാളെ ചോറുണ്ട് അല്ലേ? അൽഹംദുലില്ലാ. ഇപ്പോഴാ സമാധാനമായത് അല്ലേ? അപ്പൊ നാളെ നിങ്ങൾ വരണം. അതിനാണ് നാളെ ഫുഡ് ഉണ്ടാക്കിയതൊക്കെ ബാക്കി പോകാൻ പറ്റില്ലല്ലോ. എല്ലാവരും എത്തണം ഇൻഷാ അല്ലാഹ്. നല്ലൊരു ദുആ മജ്ലിസാണ്. മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്കിത് സാധ്യമാകുന്നത്? അദ്ദേഹം കഥ പറയാൻ തുടങ്ങി. മാലിക് ഇബ്നു ദീനാറെ ആരോടും പറയില്ല എന്ന് നിങ്ങൾ സമ്മതിച്ചതിന്റെ പേരിൽ മാത്രം പറഞ്ഞു തരാം. അങ്ങനെ പറഞ്ഞു കൊടുക്കാം. എന്റെ അയൽവാസി ഒരു സ്വാലിഹായ നല്ല മനുഷ്യനായിരുന്നു. എന്റെ അയൽവാസി നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം എന്നെ സഹായിക്കാറുണ്ട്, ഞാൻ അദ്ദേഹത്തെയും സഹായിക്കാറുണ്ട്. അയൽപക്കത്തുള്ള ഒരാൾ, തൊട്ടയൽവാസി എന്നൊന്നും അതിനർത്ഥം വേണമെന്നില്ല. അങ്ങനെ അദ്ദേഹം യാത്ര പോകുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ നാട്ടിൽ എനിക്ക് പരിചയമുള്ള, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാള് നിങ്ങളാണ്. ഞാൻ യാത്ര പോകുന്നു, കുറെ കഴിഞ്ഞാണ് തിരിച്ചു വരിക. ഫ്ലൈറ്റ് ഒന്നും ഇല്ലല്ലോ, ഒട്ടൊക്കെ പുറത്തൊക്കെ പോയാൽ എന്നാണ് എത്തുക, വരുമോന്ന് തന്നെ അറിയില്ല. ഞാൻ യാത്ര കഴിഞ്ഞ് വരുന്നത് വരെ എന്റെ മക്കളുണ്ട് ഇവിടെ, എന്റെ ഭാര്യയുണ്ട്. നിങ്ങൾ അവരെ നോക്കേണമേ, അവർക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ചു കൊടുക്കണമേ. അത് എന്റെ ദിമ്മത്തിലാണ്, നിങ്ങൾക്കുള്ള പൈസ ഞാൻ തരും. ആയിക്കോട്ടെ, ഞാൻ നോക്കിക്കോളാം. ഞാൻ അയാളുടെ അയൽവാസിയുടെ വീടിന്റെ വാതിൽക്കൽ ചെന്നിട്ട് വാതിൽക്കൽ മുട്ടിയിട്ട് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇന്ന്? ഒരു സാധനങ്ങൾ പറഞ്ഞുതരും. ഞാനത് വാങ്ങിച്ചു കൊണ്ടുപോയി വാതിൽക്കൽ വെച്ചു കൊടുത്തിട്ട് വാതിൽമേൽ മുട്ടിക്കൊടുക്കും. എടുത്തോളൂ, അവരെടുത്തു കൊണ്ടുപോകും. അങ്ങനെ ദിവസങ്ങൾ കഴിയുന്നു. ഒരു ദിവസം ഞാൻ ആ വീട്ടിലേക്ക്, വീട്ടുകാർക്ക് വല്ലതും ആവശ്യമുണ്ടോ ആവോ എന്നറിയാൻ വേണ്ടി വാതിലിന്റെ അരികത്തേക്ക് വന്നു നോക്കുമ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നുണ്ട്.
ഒരു മനുഷ്യന്റെ വീടെന്ന് പറയുന്നത് അവരുടെ സ്വകാര്യ സ്ഥലമാണ് എന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളുടെ വീട് അവരുടെ സ്വകാര്യതയാണ്. അവിടുത്തെ വാതിലോ ജനലോ തുറന്നു വെക്കപ്പെട്ടാൽ പോലും ആ വീട്ടിലേക്ക് അവരുടെ സമ്മതമില്ലാതെയോ ദുഷ്ടലാക്കോടുകൂടെയോ നോക്കുന്നത് നിഷിദ്ധമാണെന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം. ഇസ്ലാം പഠിപ്പിക്കുന്നത് അതാണ്. അത് ഔറത്താണ്. മനുഷ്യനാണ് ചില സമയങ്ങളിൽ മനുഷ്യന്റെ ചിന്തകളുടെ മേൽ പിശാച് ആധിപത്യം ചെലുത്തിയേക്കും. വാതിൽ തുറന്നു കിടക്കുമ്പോഴാണ് അയൽവാസിയുടെ ഭാര്യയെ കാണുന്നത്. അത് സുന്ദരിയായവൾ. അവർ പറയുന്നുണ്ട്, ഇത്രമേൽ സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ഇത്രയും കാലം അറിയില്ലായിരുന്നു ഇയാളുടെ ഭാര്യ എങ്ങനെയാണ്. അപ്പോഴാ കണ്ടത്. المرأة عورة فإذا ما خرجت استشرفها الشيطان. പരിശുദ്ധ നിബിധങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ് ഇത്. ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ ആണിനെയോ പെണ്ണിനെയോ ഇകഴ്ത്താനോ താഴ്ത്തുവാനോ അല്ല. പക്ഷേ അല്ലാഹു തആല മനുഷ്യനെ പടച്ച റബ്ബിന്റെ ചില രീതികളും സംവിധാനങ്ങളുമുണ്ട്. ആ ആശയം നിബിധങ്ങൾ പഠിപ്പിക്കുകയാണ്. അൽ മർഅതു ഔറത്തുൻ. ഒരു പെണ്ണ് മറയിൽ നിൽക്കേണ്ടവരാണ്. അല്ലെങ്കിൽ അവര് സൂക്ഷ്മതയോടുകൂടെ അവരുടെ ശരീരം മറച്ചിരിക്കേണ്ടവരാണ്. ഒരാളുടെ ഭാര്യ എന്നത് ആ വീട്ടുകാരന്റെ വീടിന്റെ ഭാഗമാണ്, നിങ്ങളുടേതല്ല. അൽ മർഅതു ഔറ. ഒരുപാട് അർത്ഥമുണ്ട് അതിന്. ഇദാ ഖറജത് ഫഇദാ മാ ഖറജത്. ആ പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ, ചിലപ്പോൾ ജോലിക്ക് പോകാനായിരിക്കും, ബസ് കയറാൻ വരികയായിരിക്കും, ഓട്ടോറിക്ഷ കയറാൻ വരികയായിരിക്കും, ഷോപ്പിൽ നീ വാങ്ങിക്കാൻ വേണ്ടി പോവുമായിരിക്കും. നിനക്ക് ആവശ്യങ്ങൾ ഉണ്ടാവാലോ. ഒരു പെണ്ണ് പുറത്തിറങ്ങുകയാണെങ്കിൽ പിശാച് അവളെ നോക്കിക്കോളൂ എന്ന് വഴിയിൽ നിൽക്കുന്ന ആളുകളോട് അവളെ നോക്കാൻ വേണ്ടി പിശാച് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുമെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മനുഷ്യരല്ലേ, സ്വാഭാവികമാണ്. സ്റ്റീവ് ഹാർവി എന്ന് പറയുന്ന ഒരാളുണ്ട്. ഒരുപാട് ചെറിയ കുട്ടികളുമായി ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ. സ്റ്റീവ് ഹാർവി അമേരിക്കക്കാരനാണ്. ആരെങ്കിലും അദ്ദേഹത്തിന്റെ വല്ല വീഡിയോ ക്ലിപ്പ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈബുക്കിയാട്ടെ. മാഷാ അല്ലാഹ്. എന്താ മോന്റെ പേര്? ഷഫീഖ് ആണോ? സിൻസ് യു ഹാവ് എ വൈഫ്, അതുകൊണ്ടാണോ നിങ്ങളൊരു ഗേൾ ഫ്രണ്ട് ഇല്ല എന്ന് പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് മാത്രമല്ല, ഞാൻ എൻ്റെ ഭാര്യയെ അതിയായി സ്നേഹിക്കുന്നു. അദ്ദേഹം ഒരു ഡാർക്ക് സ്കിൻഡ് ആണ്. അദ്ദേഹം കറുത്ത വർഗ്ഗക്കാരിൽപ്പെട്ട ആളാണ്. പക്ഷേ അദ്ദേഹം അമേരിക്കക്കാരനാണ്. വളരെ മോട്ടിവേഷണൽ സ്പീക്കറാണ് അദ്ദേഹം. ഒരുപാട് ആളുകൾ ഡിപ്രഷനൊക്കെ ഉണ്ടാകും സോൾവ് ചെയ്യാൻ. സ്റ്റീവ് ഹാർവി, ഐ ഹാവ് ദിസ്, വാട്ട് ഷുഡ് ഐ ഡു? അപ്പൊ അദ്ദേഹം ഭയങ്കര കൊമീഡിയൻ കൂടിയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങൾ. ഓക്കെ. അപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു കൺഫെഷൻ ഉണ്ട്. അമേരിക്കൻ ജനതയോട് ഒരു പ്രൈം ടൈം ഇന്റർവ്യൂവിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, പുരുഷന്മാർ, അദ്ദേഹം അമേരിക്കയിൽ ജീവിക്കുന്ന മനുഷ്യനാണ്, അയാൾ പറയാണ്, പുരുഷന്മാർ, ഒരു പെണ്ണ് എത്രത്തോളം ഒരു പുരുഷനുമായി ഇടപഴകുമ്പോൾ ഞാനും അയാളും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ് എന്ന് എങ്ങനെയൊക്കെ പറഞ്ഞാലും, മനസ്സിലായല്ലോ, ഒരു പുരുഷന്റെ ഉള്ളിൽ ഒരവസരം അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ കിട്ടിയാൽ ആ അവസരം ഉപയോഗിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് 99.9% ഓഫ് മെൻ. എല്ലാ പുരുഷന്മാരും അങ്ങനെയാണ് എന്ന് സ്റ്റീവ് ഹാർവി പറഞ്ഞു. ഇതിപ്പോ ഉദവി പറഞ്ഞ ഭയങ്കര സത്യമാവും. സ്റ്റീവ് ഹാർവി പറഞ്ഞ വിഷയമാണ്. അപ്പോ കുടുങ്ങും, എൻ്റെ ഭർത്താവ് ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ടൊന്നും ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇവന് പറഞ്ഞുകൂടെ, ആരൻ്റെ ചെലവിലല്ലേ അവൾ വളരുന്നത്, ഇവനൊരു ചെലവില്ലല്ലോ. ഇവനൊക്കെ പറഞ്ഞ് അവൾ എന്ത് ചെയ്യും, അവൻ്റെ പാട്ടിലാക്കും. പിന്നെ കുറെ കഴിഞ്ഞ് ബോധം തെളിയും, എന്തിപ്പോ സംഭവിച്ചത്. അപ്പൊ വാട്സപ്പ് ഉണ്ടാക്കിയ അഡ്മിനും കാണൂല, ആരെയും കാണൂല.
ഇങ്ങനെ എത്ര പ്രശ്നങ്ങളാണ്. അതിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പാണ്, ഒരു ഗെറ്റ് ടുഗദറാണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പോസിറ്റീവ് സൈഡുകൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിലും ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പിശാച് കടന്നു വരുന്ന ചില വഴികളാണത്. അല്ലേ? നമ്മൾ എത്ര മറക്കാൻ ശ്രമിച്ച കാര്യവും ചിലപ്പോൾ ഓർമ്മ വരും. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ? അതിനവസരങ്ങൾ ഉണ്ടാക്കണ്ട. നിങ്ങൾ വിചാരിക്കുന്ന ഉപകാരത്തെക്കാൾ വലുതാണ് അതിന്റെ വിപത്തുകൾ എന്ന് ഖുർആൻ പറഞ്ഞ പോലെ. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇത് നമ്മുടെ പെൺകുട്ടികൾ മനസ്സിലാക്കണം, ആൺകുട്ടികൾ മനസ്സിലാക്കണം. അതിനുള്ള പരിഹാരമാണ് വിവാഹ ജീവിതം. അതേതിന് പരിഹാരമുള്ളൂ. ഈ ലോകം ഈ ലോകം മനുഷ്യനെ വഞ്ചിക്കുന്നതാണ്. ദാറുൽ ഗുറൂർ, ദി ഡിസീവിംഗ് വേൾഡ്. ഈ ലോകം വഞ്ചിക്കുന്നതാണ്. എന്താണ് വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ? നിങ്ങൾ വിചാരിക്കും അവളുടെ കൂടെ നടന്നാൽ എൻ്റെ ലൈഫ് ഞാൻ വിജയിച്ചു, ഇതാണ് എൻ്റെ ജീവിതത്തിന്റെ വലിയ സംഭവം. അതൊരു 6 മാസം കഴിഞ്ഞാൽ നിനക്ക് തോന്നുന്നു ഇവളെക്കാൾ ഉഷാറും മറ്റോളാണല്ലോ. അവളുടെ കൂടെ കുറച്ച് നടന്നു, അപ്പോൾ തോന്നുന്നു അവളാണല്ലോ കുറച്ചും കൂടെ. ഇങ്ങനെ ഒരിക്കലും ഒരു മനുഷ്യന് വയറ് നിറയാത്തൊരു ലോകമാണിത്. നമ്മൾ വിചാരിക്കും അതുകൊണ്ട് വയറ് നിറയൂല. If I ask you how much money you want to be satisfied, you can't give me any figure. അങ്ങനെ സംഭവം ഉണ്ടോ? നിങ്ങൾക്ക് എത്ര പൈസ കിട്ടിയാൽ നിങ്ങൾക്ക് വയറ് നിറയും എന്നൊരു സംഖ്യ പറഞ്ഞു തരാൻ കൊണ്ട് കഴിയുമോ? അത്ര പൈസ ഇട്ടാൽ എനിക്ക് മതി, ഇതിനപ്പുറം വേണ്ടി വരില്ല. നിങ്ങളൊരു സംഖ്യ, ഇപ്പോൾ വലിയ സംഖ്യ പറഞ്ഞേക്കാം. കുട്ടികൾ പറയണത് ഇപ്പോൾ നോക്കണ്ട പോലും, എനിക്കിപ്പോൾ 1 കോടി കിട്ടിയാൽ ഒരു ഫെറാറി കാർ വാങ്ങിയിട്ടാൽ എൻ്റെ കാര്യം തീരും. പക്ഷെ അതൊന്നും അല്ല സംഭവം. നമുക്കത് മതിയാവില്ല. അതിനപ്പുറത്തേക്ക് കുറച്ചും കൂടെ വേണമെന്ന് തോന്നും. അത്ര കൂടെ ഉണ്ടെങ്കിലേക്ക് ഇതുകൂടെ ചെയ്യാമായിരുന്നല്ലോ. ഈ ലോകം ഇങ്ങനെയാണ്, ടെംപ്റ്റിംഗ്, ലൂറിങ്. നമ്മളിങ്ങനെ ഒരുപാട് ആവേശം ജനിപ്പിക്കുന്ന ലോകമാണിത്. ഇവിടെ ശമിപ്പിക്കണമെങ്കിൽ റൂഹിന് കൊടുക്കുന്ന ഫീഡിങ്, ആത്മാവിന് കൊടുക്കുന്ന ഭക്ഷണം. മയക്കുമരുന്നടിക്കുന്ന കുട്ടികൾ എന്താ വിചാരിക്കുന്നത്? അവര് വിചാരിക്കുന്നത് നമ്മളിപ്പോ ഏതോ ഒരു സ്വർഗ്ഗലോകത്തെത്തി. അവ അമ്പാഴക്കൂടെ തന്നെയല്ലേ നിൽക്കുന്നത്? സ്വർഗ്ഗലോകത്തെത്തിയിട്ടുണ്ടോ? അവൻ മണ്ണാർക്കാട് കൂടെ തന്നെയല്ലേ നടക്കുന്നത്? നാട് വിട്ടു പോയിട്ടുണ്ടോ? അവൻ ഈ പാലക്കാടും മലമ്പുഴയിലൊക്കെ തന്നെയല്ലേ ഉള്ളത്? വേറെ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ? പക്ഷെ അവന് തോന്നുകയാണ്. ചെറുപ്പക്കാരുടെ ബ്രെയിൻ സെല്ലുകൾ, അതിന്റെ മെച്യൂരിറ്റി വരുന്നതിന് മുമ്പ് നമ്മുടെ ബ്രെയിൻ സെല്ലുകളെ തകരാറിലാക്കുന്ന സാധനമാണ് ഡ്രഗ്സുകൾ. ഒരു മനുഷ്യൻ അറിയാൻ പറ്റൂല, പ്രോപ്പർ ഡിസിഷൻ മേക്കിംഗ് സാധ്യമല്ലാതാവും. ലങ്സുകൾ, ശ്വാസകോശങ്ങൾ നശിച്ചു പോകുന്നു. ഹൈ ബ്ലഡ് പ്രഷർ വരുന്നു. നമ്മുടെ ചോരയുടെ അതിന്റെ നോർമൽ നാച്ചുറൽ ക്യാരക്ടറിസ്റ്റിക്സ് മാറിപ്പോകുന്നു. അതില്ലാതെ ജീവിക്കാൻ പറ്റാതെയാകുന്നു. അതില്ലാതെ ചിന്തിക്കാൻ പറ്റാതെയാകുന്നു. അതില്ലാതെ എണീറ്റിരിക്കാൻ പറ്റാതെയാകുന്നു. കുടുംബജീവിതമുണ്ടോ? ഇല്ല. സാമൂഹിക ജീവിതമുണ്ടോ? അതുമില്ല. വീട്ടിനുള്ളിൽ സമാധാനമുണ്ടോ? അതുമില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതിന്റെ പിന്നാലെ പോകുന്നത്? This is a simple question as it is. എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് നേടുന്നത്? കുറച്ചു നേരം കണ്ണ് ചിമ്മിയിരുന്നിട്ട് എന്റെ മുമ്പിൽ ഇപ്പൊ ഒന്നുമില്ല എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യന്റെ മൗഢ്യം പോലെ. അത് പരിഹാരമല്ല. നിങ്ങളായി അള്ളാഹു നിങ്ങൾക്ക് തന്ന ശരീരത്തിന്റെ സർവ കഴിവുകളും ഉപയോഗിച്ച് ബുദ്ധിയുള്ളൊരു മനുഷ്യനായി ഈ ലോകത്തിന്, നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ സമൂഹത്തിന്, മനുഷ്യലോകത്തിന് നന്മകൾ ചെയ്ത് ജീവിക്കാൻ കഴിയുന്നെങ്കിൽ ഇതുപോലെയുള്ള തോന്നിവാസങ്ങൾ അവസാനിപ്പിച്ചേ പറ്റൂ. മാലിക് ബിൻ ദീനാർ തങ്ങൾ പറയാ, ഈ ഇരുമ്പുണ്ടാക്കുന്ന ഈ കൊല്ലൻ അയാൾ പറഞ്ഞു, എന്റെ മനസ്സിലേക്ക് എന്തൊക്കെയോ ചിന്തകൾ വന്നു. മഹാനവറുകൾ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, അയൽപക്കത്തെ വീട്ടിലെ ഒരു പെണ്ണിനെ കണ്ടപ്പോഴേക്കും ഇവന് സ്റ്റിമുലേഷൻ, ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാണ്. സ്വന്തം ഭാര്യയെ കണ്ടാൽ അവന് ഈ ആവേശം ഉണ്ടാവില്ല. അവന്റെ ഭാര്യ ഒരു പക്ഷെ അവളെക്കാളും സുന്ദരിയായിരിക്കാം, ആവേശം വരൂല. നാട്ടുകാരുടെ പെണ്ണുങ്ങളെ കാണുമ്പോൾ മാത്രം എന്തത്ര ആവേശം, സ്വന്തം ഭാര്യയെ കാണുമ്പോൾ എന്താ ഇല്ലാത്തതെന്നറിയോ? പിശാച് നിങ്ങളുടെ മനസ്സുകളെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അന്നദുറു സഹ്മും മസ്മൂമും മിൻ സിഹാമി ഇബ്ലീസ്, പിശാചിന്റെ വിഷത്തിലൂട്ടപ്പെട്ട അസ്ത്രമാണ് ഒരു നോട്ടം എന്ന് പറയുന്നത്. അതൊരു പക്ഷേ നിങ്ങളൊരു പെണ്ണിന്റെ സ്റ്റാറ്റസ് നോക്കലായിരിക്കാം. ഫോർ എക്സാമ്പിൾ,
അവളയച്ച ഒരു ഫോട്ടോ നോക്കലായിരിക്കാം, അവൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത അവളുടെ ഒരു സെൽഫി നോക്കലായിരിക്കാം. ഇത് സഹ്മുൻ മസ്മൂമുൻ, ഒരു അമ്പ് തറച്ചാൽ വേദനിക്കൂലേ? ഇതൊരു അമ്പാണ്. വെറും അമ്പാണോ? അല്ല, മസ്മൂം, പോയിസൺസ്, വിഷത്തിലൂട്ടപ്പെട്ട അമ്പാണ്. വിഷം തട്ടിയാൽ ആൾ ഔട്ടായി പോകും. കുല്ലുൽ ഹവാദിഥി മബ്ദാഹാ മിനൻ നദരി വമുസ്തഅളമുൻ നാരി മിൻ മുസ്തസ്ഗരിശ് ശറരി വൽമർഉ മാ ദാമ ദാ ഐനിൻ യുഖല്ലിബുഹാ ഫി അയ്യുനിൽ ഗീദി മഹ്ഫൂഫൻ അലൽ ഖത്വരി യസുറു നാദിറഹു മാ ദറ ഖാതിറഹു ലാ മർഹബൻ ബിസുറൂരിൻ ആദ ബിൽദറരി. മനോഹരമായൊരു കവിതയാണ് ഇത്. ഞാൻ എങ്ങനെ മലയാളത്തിൽ അർത്ഥം വെച്ചെന്നാലും അറബിയിൽ മനസ്സിലാവുന്ന ഒരു രസം കിട്ടൂല. മുത്താലിമ്യങ്ങളൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് അവർക്ക് വേണ്ടി ഒന്നുകൂടെ പാടുകയാണ്. നല്ല ക്ഷീണുണ്ടല്ലോ മുത്താലിമ്യങ്ങൾക്ക്. ഇവർക്കാർക്കും ചോറും ഭക്ഷണങ്ങളും കൊടുക്കല്ലേ നാട്ടില്? ഉണ്ടല്ലോ, അൽഹംദുലില്ലാ. ആയിക്കോട്ടെ, ബക്കറ്റ് പോയിക്കോട്ടെ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് വരുന്നുണ്ടോ നമ്മൾ ഈ പച്ച ബക്കറ്റ്? അതിനൊന്നും എടുക്കരുതേ, അതിക്കിട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോ അപ്പോ എല്ലാരും എന്ത് ചെയ്യണം? ഒന്ന് കാര്യം, ഈ കൊറോണ കഴിഞ്ഞിട്ട് എല്ലാവരും പിശുക്കന്മാരായിക്കണെന്നാ തോന്നുന്നത്. ഒക്കെ ആ കൊറോണയുടെ ഓർമ്മയില്ല. 5 പൈസ കൊടുക്കില്ല, എൻ്റെ അടുത്തില്ലല്ലോ എന്ന് പറയാം. അപ്പൊ കിട്ടാൻ തുടങ്ങിയില്ലേ? കുറച്ചൊക്കെ പണിയൊക്കെ തുടങ്ങിയില്ലേ? കുട്ടികളൊക്കെ ജോലിക്ക് പോകാൻ തുടങ്ങിയില്ലേ? അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും റെഡി ആയിക്കോളൂ. പെണ്ണുങ്ങളെ, നിങ്ങളെ കയ്യിലൊക്കെ എന്തെങ്കിലും നിങ്ങൾ കൊണ്ടുവന്ന നല്ല നിയ്യത്തുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കാൻ വെച്ചെന്റെ കൊടുത്തലേ. ഖത്വായ, നിങ്ങളുടെ തെറ്റുകൾ അള്ളാഹു മായ്ച്ചു കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലുൽ ഹവാദിഥി മബ്ദാഹാ മിനൻ നദരി ومعظم النار من مستصغر الشرر والمرء ما دام ذا عين يقلبها في أعين الغيد محفوف على الخطر يسر ناظره ما ضر مهجته لا مرحبا بسرور بعده النار. ഇത് വേറൊരു റിവായത്താണ്. നേരത്തെ ചൊല്ലിയത് ചില വാക്കുകൾ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയും ഈ കവിത ചൊല്ലാറുണ്ട്. യസുറു നാദിറഹു മാ ضر മുഹ്ജതഹു ലാ മർഹബൻ ബിസുറൂരിൻ ബഅദഹു النار. അല്ലെങ്കിൽ യസുറു നാദിറഹു മാ ضر ഖാതിറഹു ലാ മർഹബൻ ബിസുറൂരിൻ ആദ ബിൽദറരി. ഇങ്ങനത്തെ ബെയ്ത്തുകളൊക്കെ നമ്മുടെ മുത്താലിമ്യങ്ങളൊക്കെ പഠിച്ചു വെക്കണേ. ഷവാഹിദ് ബെയ്ത്തൊക്കെ പറയില്ലേ? ഷാഹിദം ബെയ്ത്ത് കയറിണേ, അതൊക്കെ അല്ലേ ഇപ്പോ? അൽഹംദുലില്ലാ. കുല്ലുൽ ഹവാദിസ്, എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം മബ്ദാഹാ മിനൻ നദരി, ഒരു നോട്ടമാണ്. കല്യാണത്തിന് നിന്ന് കണ്ടതാന്നാ പറയാ, അക്കാര്യത്തിന് കണ്ടതാണ്. കല്യാണത്തിന് ദിവസം ഇപ്പൊ ലൈസൻസ് ഇല്ലല്ലോ. ചെറുപ്പക്കാരും എന്തഴിഞ്ഞാടിയാലും വീട്ടിൽ ഉമ്മയും ബാപ്പയും പോയി ഏതോ വഴിക്കാണ് കുട്ടികളാ നടത്തണതെന്നാ പറയാ. എന്തൊക്കെയാ നടക്കണത് ഓർക്ക് തന്നെ അറിയില്ല. പല വലിയ വലിയ തിന്മകളും നടക്കുന്നത് വിവാഹത്തിന്റെ തലേ ദിവസങ്ങളിലാണെന്നാണ് അടക്കം പറച്ചിലുകൾ. അല്ലാഹു അഅലം. വലിയ ഗൗരവമാണ്. എല്ലാ തിന്മകളുടെയും തുടക്കം നോട്ടമാണ്. വലിയ വലിയ തീകൾ ആളിപ്പടരുന്നത് ചെറിയ സ്പാർക്കിലൂടെയാണ്. അല്ലെ, ഒരു ഷോർട്ട് സർക്യൂട്ട്, ഒരു സ്പാർക്കേ വരുള്ളൂ. അതാണ് പിന്നെ വലിയ തീപിടുത്തായി മാറുക. നോട്ടം നോക്കിയിട്ടല്ലേ ഉള്ളൂ, പക്ഷെ അത് നിന്റെ ചിന്തകളെ വരിഞ്ഞു മുറുക്കാൻ തുടങ്ങും. പിന്നെ ഉറക്കം വരാണ്ടാവും. അവനവന്റെ മൊബൈൽ ഫോണുകളിൽ അള്ളാഹു ഹറാമാക്കിയ ചിത്രങ്ങൾ ഇങ്ങനെ കണ്ടു നടക്കുന്ന മനുഷ്യന്മാർ. അങ്ങനെ പിന്നെ അർത്ഥം വെക്കേണ്ടത് ഇപ്പോഴത്തെ കാലത്ത്.
അങ്ങനെ തോണ്ടി കളിക്കുകയാണ്. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, അത് കഴിഞ്ഞാൽ മറ്റൊന്ന്, പിന്നെ വേറൊരുത്തിയെ. ഇങ്ങനെ പച്ചയായ ഹറാമുകൾ കാണാൻ ഭംഗിയുള്ള പെൺകുട്ടികളെ ഇങ്ങനെ നോക്കി നടക്കുന്നവർ, അവർ നിൽക്കുന്നത് അപകടത്തിന്റെ മീതയാണ്. വിചാരിക്കും അത്രയല്ലേ ഉള്ളൂ, ഞാൻ ഇപ്പൊ നോക്കണല്ലേ ഉള്ളൂ. അത് തെറ്റല്ലേ? ഒരു പുരുഷന്റെ കാലിന്റെ മുട്ട് വരെയുള്ള ഭാഗം, മുട്ടിന്റെ മീതെയുള്ള ഭാഗം ഔറത്താണ്. ആണ് പെണ്ണിന്റെയോ പെണ്ണ് ആണിന്റെയോ, ആണിന്റെ ഔറത്തോ പെണ്ണ് പെണ്ണിന്റെ ഔറത്തോ നോക്കുക പാടുള്ളതല്ല എന്നല്ലേ അള്ളാഹുവിന്റെ നിയമം. അത് പിന്നെ പിക്ചർ ആയാലും വീഡിയോ ആയാലും ഒക്കെ നിയമം അത് തന്നെയാണ്, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഈ യൂട്യൂബിന്റെ വരുമാനത്തെ സംബന്ധിച്ചൊക്കെ പറഞ്ഞത്. എന്താണെന്നറിയോ? അത് പൈസ കിട്ടുന്നത് അഡ്വർടൈസിങ് മാത്രമാണ്. ഷിഹാബ് ഈ യൂട്യൂബ് പൈസ കൊണ്ട് ഷിഹാബ പോയതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഏതോ ഒരുത്തം പറയണത് ഞാൻ എന്നോ കണ്ടിരുന്നു. പക്ഷെ അങ്ങനെ പോവുകയാണെങ്കിൽ നല്ല പൈസ കൊണ്ട് യാത്ര തുടർന്നോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ യൂട്യൂബിന്റെ വരുമാനം ഹലാലാവാത്തത്, അതിന്റെ ഇൻകം സോഴ്സ് അതൊന്ന് പരിശോധിച്ചാൽ മതി. യൂട്യൂബിൽ നിടുന്ന പൈസ ഉണ്ടാകണം നോക്കിയാൽ രണ്ട് വഴിയാണ്. ഒന്ന് അഡ്വർടൈസ്മെന്റ്, അല്ലെങ്കിൽ പ്രീമിയം അക്കൗണ്ട് അവരെ സബ്സ്ക്രിപ്ഷൻ. പരസ്യം വരാത്ത ഒരു സംഭവം ഉണ്ടല്ലോ, മന്ത്ലി പേയ്മെന്റ് കൊടുത്താൽ പരസ്യം കാണാതെ എന്ത് യൂട്യൂബ് കാണാൻ പറ്റും. അതിനെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയാം. അതിൽ നിന്ന് വരുമാനം കിട്ടും, അല്ലെങ്കിൽ കിട്ടുന്നത് പരസ്യത്തിൽ നിന്നാണ്. അല്ലാതെ കിട്ടുന്നത് പരസ്യത്തിൽ നിന്നാണ്. കഴിഞ്ഞ 2021 2022 അല്ലേ, 2021 ആദ്യത്തെ 9 മാസം യൂട്യൂബ് ഉണ്ടാക്കിയ കാശ് $20 മില്യൺ, $20 ബില്യൺ ആണ്. $20 ബില്യൺ യൂട്യൂബ് ഉണ്ടാക്കിയ കാശ്. അത് അവരുണ്ടായിക്കോട്ടെ, അവർക്ക് ഹലാലോ ഹറാമില്ലെങ്കിൽ നമ്മൾ എന്തിനാ ബേജാറാവണേ? നമ്മളൊരു കാര്യം ശരിക്കും മനസ്സിലാക്കണം. എന്ത്? അള്ളാഹു ഹലാലും തൊയ്യുബുമേ അള്ളാഹു സ്വീകരിക്കുള്ളൂ. ഹജ്ജ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ പള്ളി കൊടുക്കാത്താലും ആ പൈസ ശരിയാവില്ല എന്നാ. നിങ്ങൾ ഒരു പാവപ്പെട്ട ആളെ സഹായിച്ചാലും അള്ളാഹു അത് സ്വീകരിക്കൂല. അതൊരു ഷിഹാബിന്റെ മാത്രം വിഷയമല്ലത്. അങ്ങനെ ആക്കി ആ സാധുവിനെ മാനസികമായി ടോർച്ചർ ചെയ്യരുത്. ആളൊരു ത്യാഗം ചെയ്തു, അൽഹംദുലില്ലാ, യാത്ര എളുപ്പാക്കി കൊടുക്കട്ടെ. പക്ഷെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹം ചെലവഴിക്കുന്നത് കഴിഞ്ഞു പോയതിൽ തൗബ ചെയ്ത് ഹലാലായ പൈസ ഉണ്ടായി കൂടെ മനുഷ്യന്റെ കയ്യിൽ ഉണ്ടാവാലോ. അങ്ങനെ അയാൾ യാത്ര തുടരാൻ, ഹജ്ജ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. നടന്നു പോകൽ തെറ്റല്ല. അങ്ങനെ ചിലക്ക് തെറ്റിദ്ധരിച്ചു. ഞാൻ പറഞ്ഞ നടന്നു അതല്ല, ഞാൻ പറഞ്ഞ നടന്നു പോകലിനെ കുറിച്ചല്ല. നടന്ന് ഒരാൾക്ക് ഹജ്ജ് അത് അഫ്ളലാണോ? അഫ്ളലല്ല. അഫ്ളല് റാക്കിബായിട്ട് പോവലാണ്. പക്ഷെ ഒരാൾ അങ്ങനെ മഷിയൻ പോകണമെന്ന് ഒരു ഹിമ്മത്ത് കൊണ്ട് തീരുമാനിച്ചു, യാ മർഹബ, അതിനെന്താ കുഴപ്പം? ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ വേണേ ചെയ്തോട്ടെ. അത് തെറ്റാണെന്നോ അതുകൊണ്ട് തിരിച്ചു വരണമെന്നോ പറഞ്ഞുകൂടാ. അതല്ല ഇവിടെ വിഷയം. നിങ്ങളുടെ ഇൻകം അത് ആരുടേതാണെങ്കിലും ഏത് ഈ മസ്അല ബാധകമാണ്. എന്തെന്നറിയോ? നിങ്ങളുടെ ചാനൽ നിങ്ങൾ മോണിറ്റൈസ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ അതിന് പൈസ വരാൻ വേണ്ടി നിങ്ങൾ ആ തരുന്നതും നിങ്ങൾക്ക് കിട്ടുന്ന പൈസയും, അതിന്റെ വ്യൂവേഴ്സോ സബ്സ്ക്രിപ്ഷനോ അനുസരിച്ച് കിട്ടുന്ന പൈസ അതിൽ വരുന്ന പരസ്യത്തിലാണ്. പരസ്യം ഔറത്ത് മറച്ച പെണ്ണുങ്ങളപ്പോ പരസ്യം ചെയ്യണതിലൊക്കെ ആണോ? പിന്നെ എങ്ങനെ അത് ഹലാലാണെന്ന് പറയാ? ഉസ്താദന്മാരെങ്ങനെ അത് പറയാ അത് ഹലാലാണെന്ന്? യൂട്യൂബിന്റെ വരുമാനം അതല്ല, ഏതോ ആചാര്യ കൊടുക്കണതാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചേക്കാം. അവർക്ക് കിട്ടുന്ന പൈസ പരസ്യമാണ്. പരസ്യം എന്ന് പറയുന്നത് ഹലാലും ഹറാമും മിക്സ് ചെയ്ത് വരുന്ന സംഗതിയാണ്. ചിലത് പൂർണ്ണ ഹറാമായിരിക്കും. വളരെ സെക്സ് ടോയ്സ് വരെ പരസ്യം വരുന്നുണ്ട്. ഇതൊക്കെ എന്ത് ന്യായം കൊണ്ട് നമ്മൾ ഹലാലെന്ന് പറയാ? അത്തരം പൈസ ഒരു മുസ്ലിമിന് പറ്റൂല, അത്രേ പറഞ്ഞു. അപ്പൊ യൂട്യൂബ് ഉണ്ടാകണ്ടല്ലോ, ഓലുണ്ടായിക്കോട്ടെ, നിനക്കെന്ത് ഛേദം? ആ പൈസ നിങ്ങളുടെ കയ്യിലേക്ക് വന്നാൽ, പലിശയുടെ പൈസ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എങ്ങനെയാണോ ചെലവാക്കേണ്ടത് ആ വഴിയിലൂടെ മാത്രമേ ചെലവാക്കാൻ പറ്റൂ. എങ്ങനെ? പൊതുവായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. റോഡ് ഉണ്ടാക്കാൻ, നിങ്ങളുടെ വീട്ടിൽ കക്കൂസ് ഉണ്ടാക്കാനോ, നിങ്ങളുടെ വീട്ടിന്റെ സിറ്റ് ഔട്ടോ, നിങ്ങളുടെ മുറ്റം നന്നാക്കാനോ എടുക്കാൻ പാടില്ല. പൊതുവിഷയങ്ങൾക്ക് ഉപയോഗിക്കാം. അമുസ്ലിമീങ്ങളായ നമ്മുടെ സഹോദരങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കാം, കുഴപ്പമില്ല. എന്നല്ലാതെ ആ വരുമാനം കിട്ടിയിട്ട് സ്വതക്ക ചെയ്യാം. ആ സ്വതക്ക സ്വഹീഹല്ലല്ലോ. സ്വതക്ക സ്വഹീഹാവണമെങ്കിൽ നിങ്ങളുടെ മാല് കസ്ബ് ഹലാലാവണ്ടേ?
അപ്പൊ ഇങ്ങോട്ട് കിട്ടുന്നുണ്ടല്ലോ, ഓരുണ്ടാക്കുന്നുണ്ടല്ലോ, ഓരുണ്ടായിക്കോട്ടെ, ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ഓൽക്ക് ഹലാലോ ഹറാമല്ലോ, നീ എന്തിനുണ്ടാക്കണം. പക്ഷെ നമുക്ക് ആ ചാനൽ ഉപയോഗിക്കേണ്ടി വരും. ഇന്ന് മനുഷ്യന്മാർ യൂട്യൂബാ നോക്കുന്നത്, നമ്മൾ ദഅവത്തിന് ഉപയോഗിക്കേണ്ടി വരും. എന്തെങ്കിലും ഒരു ഇൻകം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ പലിശയുടെ പൈസ എങ്ങനെ ചെലവാക്കാനാണോ ഉലമാ പഠിപ്പിച്ചത്, ആ രീതിയിൽ ഒഴിവാക്കി കളയണം. നിങ്ങൾക്ക് എടുക്കാനുള്ളതല്ലാതെ അത് വെച്ച് നിങ്ങൾ പള്ളിക്ക് സംഭാവന ചെയ്യലും നിഷിദ്ധമാണ്. നിങ്ങളുടെ മക്കൾക്ക് തിന്നാൻ കൊടുക്കലും നിഷിദ്ധമാണ്. അല്ലെങ്കിൽ ഇതല്ലാതെ ഒരു വഴിയുമില്ലാത്ത പാവങ്ങളുണ്ടാവും, വികലാംഗരായ ആൾക്കാർ, അന്ധന്മാര്, അങ്ങനെ കുറെ സാധുക്കൾ ചാനൽ നടത്തുന്നവർ. അവർക്ക് വേറൊരു പണിയും ചെയ്യാൻ പറ്റൂല. അവർ അള്ളാഹും അവരും തമ്മിലുള്ള വിഷയമാണ്. അവർക്ക് വേറെ ഒരു വഴിയുമില്ല, നിർബന്ധിതനാണ്. വേറെ ഒരു വഴിയുമില്ല ഒരു അന്നവും വെള്ളവും കുടിക്കാൻ. അങ്ങനത്തെ ഒരു മുൽത്തറായ മനുഷ്യൻ, അവർക്കൊരു പക്ഷെ അള്ളാഹ് പുറത്തു കൊടുത്തേക്കാം. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നല്ലാതെ ഇത് ഷിഹാബിനിട്ടിട്ട് ഇടങ്ങാറാക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കോർണർ ചെയ്യാനോ ആരും ഇത് ഉപയോഗിക്കേണ്ട. ഇത് ഷിഹാബിന് വേണ്ടി ഞാൻ മൂപ്പരെ പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് മൊത്തത്തിലാണ്. ഇത് ആർക്കും പാടില്ല. നിങ്ങൾ ചാനൽ തുടങ്ങിക്കോ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ, ബെൽ ബട്ടൺ അമർത്തണേ, എന്റെ ആളാവണേ, എന്നിട്ട് ദുആ അള്ളാഹു എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് പുറത്തു കൊടുക്കണേ. എന്ത് മണ്ടത്തരമാണ് ഇതൊക്കെ. എന്നിട്ട് ദുആ ചെയ്യ, പഠിച്ചോനിന്റെ ചാനൽ നോക്കുന്നവർക്ക് ഓർക്ക് സ്വർഗം കൊടുക്കണേ. ഇതൊക്കെ ജഹാലത്തല്ലേ? ഇങ്ങനൊക്കെ ജാഹിലിയങ്ങൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ ഇപ്പോഴും? അതുകൊണ്ട് പറയാൻ, ആരെയും വേദനിപ്പിക്കാനല്ല. നമ്മളൊക്കെ എൻ്റെ പേരിലൊക്കെ ഒരുപാട് ചാനലുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞാൽ കേൾക്കാത്ത ആൾക്കാർ അത് എടുത്തിട്ട് പരസ്യമിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്ന എല്ലാ വീഡിയോ എൻ്റെ ചാനലല്ല, എൻ്റെ ചാനൽ ഒന്നേ ഉള്ളൂ, അതിൽ പരസ്യം ഉണ്ടാവില്ല. അത് ഞാൻ എന്താണെന്ന് പറയണില്ല. എൻ്റെ ചാനൽ അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണ്ട, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാത്തത്. അതവിടെ ഉണ്ട്, പരസ്യം ഇല്ലാത്തത് ഉണ്ട്. അതിൽ എവിടെയോ ഒരു ചാനൽ പരസ്യം ഇല്ലാത്തതുണ്ട്. എന്തുകൊണ്ടിത് പറയുന്നു? നമുക്ക് ഹലാലേ പറ്റുള്ളൂ. അത് പള്ളിക്ക് സംഭാവന ചെയ്താലും ശരിയാവില്ല, നിങ്ങളെ ഉമ്മാക്ക് ചികിത്സ കൊടുത്താലും ശരിയാവില്ല. ഹലാലല്ലോ. അന്നാ യുസ്തജാബുല, അന്നാ യുസ്തജാബുല യഖൂലുൽ അബ്ദു ഐ റബ്ബി ഐ റബ്ബ്, പടച്ചോനെ എന്ന് പറഞ്ഞു ദുആയിരക്കാണ്. വമത്അമുഹു ഹറാം, തിന്നുന്നത് ഹറാമിന്റെ പൈസയാണ്. വമൽബസുഹു ഹറാം, ഇട്ട കോട്ട് ഈ പൈസ കൊണ്ട് വാങ്ങിയതാണ്. വഗുദിയ ബിൽ ഹറാം, ആകെ ഇതന്നെ വരുമാനം. അന്നാ യുസ്തജാബുല, അങ്ങനത്തെ ഒരു മനുഷ്യന് എവിടെ നിന്ന് ഉത്തരം കിട്ടാനാണ്? പുണ്യനബി പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്, കാര്യങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുക. ഇത് പലരും വീഡിയോ മുതലെടുക്കും, പിന്നെ എന്റെ മേത്ത് കിട്ടു കയറിയാൽ പിന്നെ കുറച്ച് വ്യൂവേഴ്സ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറെ ആൾക്കാർ നടക്കേണ്ട വളവന്മാര് ഓല് നമ്മളെ മേത്ത് കിട്ടിട്ട് എന്ത് ചെയ്യാൻ, കുറച്ചാൾ കാണട്ടെ, ഉദവിന്റെ ചോര കുടിച്ചിട്ടാണെങ്കിലും തിരക്കേടില്ല എന്ന് ഞാൻ വെച്ച് കുടിച്ചോട്ടെ, നമുക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലും ആഹൃത്തൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ ഉള്ളതുപോലെ പറയണം. ഞാൻ പറയാത്തത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ചിലർ ഹെഡിങ് കൊടുക്കുന്നുണ്ട്. ഷിയാബെ തിരിച്ചു പോകാന്ന് ഉദവി പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ ആളോട് വിളിച്ചു പറഞ്ഞു അത് ക്യാപ്ഷൻ തിരുത്തണം, ഞാൻ അതല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അതല്ല, നിങ്ങൾ എങ്ങനെ കൊടുക്കുന്നു. പിന്നെ അത് കൈവിട്ടു പോയി, അതിങ്ങനെ പോസ്റ്റ് ചെയ്ത് പോയി കളഞ്ഞു, തിരുത്താൻ കഴിയില്ല എന്ന് അദ്ദേഹം ഒരു ക്ഷമാപണം പറഞ്ഞു. ആയിക്കോട്ടെ. അതുകൊണ്ട് ഉള്ളതുപോലെ മനസ്സിലാക്കുക. നമുക്ക് ആരോടും ഒരു വെറുപ്പില്ലേ. ഷിഹാബിനും അതിൽ എന്ത് ചെയ്യരുത്. ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ഒരു വാശിയൊക്കെ തോന്നും, മനുഷ്യന്മാരല്ലേ. ആരോടും അദ്ദേഹത്തിന്റെ യാത്ര സന്തോഷകരമായി മുന്നോട്ട് പൂർത്തിയാവാനുള്ള വഴി അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. അദ്ദേഹം ഇനിയുള്ള അദ്ദേഹത്തിന്റെ യാത്രയുടെ ചെലവുകൾ ഹലാലായ പൈസ കൊണ്ടെടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. സംഭവിച്ചു പോയത് അറിയാത്തത് കൊണ്ടായിരിക്കും. അള്ളാഹിനോട് തൗബ ചെയ്യുക. അതിനിപ്പോ നമ്മൾ എന്താ പറയാ, ആലിമ്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ സ്വീകരിക്കുക നമ്മുടെ ബാധ്യതയാണ്. അത് സ്വീകരിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ അതിന് കിബിർ എന്നാ പറയാ. അൽ കിബിറു ബത്തറുൽ ഹഖ്, സത്യം മനസ്സിലായാൽ സ്വീകരിക്കാതിരിക്കലിനാണ് അഹങ്കാരം എന്ന് പറയാം. അത് ലേശം കൽബിലുണ്ടായാലും സ്വർഗം കിട്ടൂല. മനസ്സിലായല്ലോ? അതുകൊണ്ട് അങ്ങനെ ഒഫെൻസീവായിട്ട് ചിലർ ക്യാപ്ഷൻ ഇടുമ്പോൾ മനുഷ്യന്മാരല്ലേ, ചിലപ്പോൾ ദേശത്തിൽ എന്തെങ്കിലുമൊക്കെ പറയുക ചെയ്തിട്ടുണ്ടാവും. അള്ളാഹു അവർക്ക് നമുക്ക് എല്ലാവർക്കും പുറത്തു തരട്ടെ എന്ന് പ്രത്യേകം ദുആ ഇറക്കുകയാണ്. അപ്പോ നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ മറിച്ചു നോക്കി പെണ്ണുങ്ങളെ ഫോട്ടോയും ഈ മോശമായ ചിത്രങ്ങളും മോശമായ വീഡിയോസും ഇങ്ങനെ കണ്ടാൽ നിങ്ങൾ ഡേഞ്ചർ സോണിലാണ് നിൽക്കുന്നത്. അതാണ് ഈ ബൈത്തിന്റെ അർത്ഥം. في أعين الغيد محفوف على الخطر يسر ناظره ما ضر خاطره لا مرحبا بسرور عاد بالضرر
നിങ്ങളുടെ കണ്ണുകളെയാണ് നിങ്ങൾ ആനന്ദിപ്പിക്കുന്നത്, അതേസമയം നിങ്ങളുടെ ഹൃദയത്തെയാണ്, ആത്മാവിനെയാണ് നിങ്ങൾ വേദനിപ്പിക്കുന്നത്, റൂഹിനെയാണ് വേദനിക്കുന്നത്. ഒരു മോശമായ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അറ്റാക്ക് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അവസാനം എങ്ങനെയാണോ അങ്ങനെയാണ് അള്ളാഹു നിങ്ങളെ രേഖപ്പെടുത്തുന്നത്. ഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ, ഒരു മനുഷ്യൻ അവസാനം ചെയ്ത പണിയാണ് ആ മനുഷ്യനെ സംബന്ധിച്ചുള്ള വിധിയെഴുത്തിന് സാക്ഷിയാവുക. അപ്പൊ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു മയക്കുമരുന്നടിച്ച് കിടക്കുമ്പോഴാണ് ഒരാൾ ഒരു ഹൈ പ്രഷർ കൊണ്ടോ അല്ലാതെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ റീസൺസ് ഉണ്ടായിട്ട് മരിക്കുന്നതെങ്കിൽ ആ മരണം അള്ളാഹു ഹറാമാക്കിയ ഒരു സാധനം അകത്ത് ചെന്നതിന്റെ കാരണം കൊണ്ടാണെങ്കിൽ ആ മനുഷ്യനെ അള്ളാഹു സ്വീകരിക്കുന്നത് പാപിയായിട്ടാണ്. ക്രിമിനലുകളെ നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കിൻ. സൂറത്ത് യാസീൻ എന്തൊരു ഗൗരവമാണ്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, ക്രിമിനൽസ് സ്റ്റാൻഡ് അസൈഡ്, എന്നിട്ട് മാറി നിൽക്കടോ. അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. ഒരു മനുഷ്യന്റെ അവസാനം തിന്മയിലാണ് മരിക്കുന്നതെങ്കിൽ അവർ അല്ലാഹു മുജ്രിമീങ്ങളായിട്ടാണ് നാളെ പുനർജന്മം നൽകുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ യുവാക്കള്, യുവതികള്, നമ്മുടെ കുട്ടികള്, വിദ്യാർത്ഥിനികൾ ക്യാമ്പസുകൾ മലീവശമായി കൊണ്ടിരിക്കുമ്പോ അങ്ങനെ ഒരു ഡ്രഗ് അഡിക്ഷനിലൂടെയാണ് ഒരു കുട്ടി മരിക്കുന്നതെങ്കിൽ, ഒരു വിദ്യാർത്ഥി മരിക്കുന്നതെങ്കിൽ അവരുടെ ജിരിമാണ്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. സ്വർഗവാസികളെയും നരകവാസികളെയും വേർതിരിക്കുമ്പോൾ നരകവാസികളുടെ കൂട്ടത്തിലാണ് അന്ത്യം സംഭവിച്ചവരെ അള്ളാഹു സ്വീകരിക്കുന്നത്, അള്ളാഹു മാറ്റി നിർത്തുന്നത്. എത്ര ഗൗരവമാണ് മുഅ്മിനെ. ചരിത്രത്തിലേക്ക് തിരിച്ചു വരാം. ആ കൊല്ലപ്പണി എടുക്കുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് പോലും മാലിക് ഇബ്നു ദീനാർ എന്നവർ ചരിത്രത്തിൽ പറഞ്ഞില്ല. ആ മനുഷ്യൻ പറയുന്നു, ആ പെണ്ണിനെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ശാരീരിക വൈകാരികമായ ചിന്തകൾ ഉണ്ടായി. കാരണം ഖാനത്ത് മിൻ അജ്മലിൻ നിസാ, അവൾ വല്ലാത്ത, ഷി വാസ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ, ഭയങ്കര ഭംഗിയുള്ള പെണ്ണാണ്. അപ്പൊ എനിക്ക് മനുഷ്യന്മാരല്ലേ, സ്വാഭാവികമായിട്ടും വൈകാരികമായ ചിന്തകളുണ്ട്. അയാൾ വീട്ടിലേക്ക് കടന്നു. അതുവരെ മാന്യമായി ആ വീട്ടുകാരെ നോക്കിയിരുന്ന, അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയിരുന്ന മനുഷ്യൻ ഇത് നമുക്ക് നമ്മൾക്കിടയിലെ നമ്മളെ ഓരോരുത്തരുടെയും അവസ്ഥകളുമായി താരതമ്യം ചെയ്യാൻ പറ്റും. ഒരു വീടുമായി ഇടപഴകുന്ന ആളുകൾ ആരോ ആകട്ടെ, അവിടെ സാധനം ഡെലിവറി ചെയ്യുന്ന ഡെലിവറി ബോയ്കളാവട്ടെ, അവിടത്തേക്ക് സഹായത്തിന് വരുന്ന നമ്മുടെ ടാക്സി ഡ്രൈവർമാരായിക്കോട്ടെ, ഓട്ടോറിക്ഷക്കാരായിക്കോട്ടെ, പത്രം കൊണ്ടുവിടുന്ന ആളായിക്കോട്ടെ, സ്കൂൾ ബസ്സിൽ പോകുന്ന ക്ലീനറാവട്ടെ, ഡ്രൈവറാവട്ടെ, ആരുമാകാം, ഏത് സാധാരണക്കാരനുമാകാം. വിദ്യാഭ്യാസം ഉള്ളവനും ഇല്ലാത്തവരും ഒക്കെ ഇതിൽ സമമാണ്. ആ പെണ്ണിനോടുള്ള ഒരു സ്നേഹം എന്റെ ഹൃദയത്തിൽ പിശാച് കൊണ്ടുവന്നു. മഹാന്മാർ പറയുന്നു, എത്രയോ ഭംഗിയുള്ള നിങ്ങളുടെ ഭാര്യയെ, അവൾ എത്ര സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി നിന്നാലും അവളോട് തോന്നാത്ത ഒരു സ്നേഹം, അവളുടെ അത്ര പോലും സൗന്ദര്യമില്ലാത്തവരെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് പിശാച് നിങ്ങളുടെ തലയിൽ കളിക്കുന്നത് കൊണ്ടാണ്. ചിന്തിച്ചൂടെ, ഇവളക്കാട് എത്രയോ സുന്ദരിയാൽ, ഇപ്പൊ സൗന്ദര്യം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, അന്യ ഒരാളെ കാണുമ്പോഴല്ലേ ഈ ആവേശം ഉണ്ടാകുന്നത്. അള്ളാഹു ഹലാലാക്കിയ നിങ്ങളുടെ ഭാര്യ, പെണ്ണെ, നിങ്ങൾക്ക് അള്ളാഹു ഹലാലാക്കിയ നിങ്ങളുടെ ഭർത്താവ്, അവരിൽ നിങ്ങൾക്ക് തോന്നേണ്ട സ്നേഹവും അവരോട് കാണിക്കേണ്ട ബഹുമാനവും മാറ്റിവെച്ചിട്ട് കണ്ടവരോട് ചിരിക്കാനും സല്ലപിക്കാനും പാതിരാ സമയങ്ങളിൽ ടെക്സ്റ്റ് മെസ്സേജുകൾ, അവരുമായുള്ള സല്ലാപങ്ങൾ, ഇതൊക്കെ നടത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കും പിശാച് നിങ്ങളുടെ ഇടയിൽ ഇടപെടുന്നത് കൊണ്ടാണ്. ഒരാണും ഒരു പെണ്ണും പരസ്പരം മെസ്സേജ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോ എങ്ങനെ അനാവശ്യമായ ഒരു അവസ്ഥയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു, വളരെ അർജന്റ് ആയ ഒരു മാറ്റർ കൈമാറുന്നിടഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദ്ദാദ് പറയുന്നു, ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കവളെ കയറി പിടിക്കണം എന്ന് തോന്നി. അപ്പൊ അയാൾക്ക് അങ്ങനെ തോന്നി, ഒരു തോന്നൽ. മനുഷ്യന് പിഴവ് സംഭവിക്കാൻ ചില സെക്കൻഡുകൾ മതിയാകും. എത്രയോ ബുദ്ധിയുള്ള വിദ്യാഭ്യാസമുള്ള മനുഷ്യർ തറപറ്റി പോകുന്നത് പെണ്ണുങ്ങളുടെ വിഷയത്തിലാണ്, വികാരത്തിന്റെ വിഷയത്തിലാണ്, അല്ലേ?
അദ്ദേഹം മഹാനായ മാലിക് ഇബ്നു ദീനാർ തങ്ങളോട് എന്റെ സമ്മതമില്ലാതെ ആരോടും പറയല്ലേ എന്ന് പറഞ്ഞു കൊടുത്ത കഥയാണിത്. മഹാനവറുകൾ പറഞ്ഞു, ആ കൊല്ലൻ വിശദീകരിക്കുകയാണ്, ആ പെണ്ണിന് ബുദ്ധിയുണ്ടായിരുന്നു, അവൾ ഹറാം ചിന്തിക്കുന്നവളായിരുന്നില്ല, അവള് കുഞ്ചുവർത്തമാനങ്ങൾക്ക് നിന്നുകൊടുക്കുന്നവളായിരുന്നില്ല, അവര് ദയ്യാനായ റാഖിബായ റഖീബായ അല്ലാഹുവിനെ ഭയപ്പെടുന്ന പെണ്ണാണ്. ശരീര സൗന്ദര്യം ഉണ്ടാകുന്ന നാലാളുകളെ ആകർഷിപ്പിക്കാനുള്ളതല്ല പെണ്ണേ, ഇറച്ചി വിൽക്കാനുള്ളതല്ല. നിങ്ങൾക്ക് അഭിമാനമുണ്ട്. ഒരു ആണായാലും പെണ്ണായാലും ഏറ്റവും വലിയ സമ്പാദ്യം നിങ്ങളുടെ ലജ്ജയാണ്, നാണമാണ്. തിന്മകൾ ചെയ്യാതിരിക്കാൻ നിങ്ങളുടെ ഔറത്ത് മറക്കലാണ് നിങ്ങളുടെ സൗന്ദര്യം. നിങ്ങൾ ലജ്ജയുള്ളവളായി ജീവിക്കുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഭരണം. ഒരു പെണ്ണിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്, ആണിനെ സൃഷ്ടിച്ചത് വിവിധങ്ങളായ ധർമ്മങ്ങൾ നിർവഹിക്കാനാണ്. ആരും ഒരാളെ മീതയല്ല, ആരും ഒരാളെക്കാളും താഴെയുമല്ല. അതുകൊണ്ട് ഒരു ഭർത്താവും തന്റെ ഭാര്യ തന്നെക്കാൾ താഴെയാണ് എന്ന് ചിന്തിക്കേണ്ട. ഒരു പെണ്ണും ഒരാണിനെ കുറിച്ചും അവൻ എന്നെക്കാളും താഴെയാണെന്ന് അവളും ചിന്തിക്കേണ്ട. നിങ്ങൾ ഒരു പക്ഷേ സാമ്പത്തികമായോ വിദ്യാഭ്യാസപരമായോ തറവാട് കൊണ്ടോ മീതയായിരിക്കാം. ഇന്നഅക്രമകും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളുടെ ആരുടെ ഹൃദയത്തിലാണോ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ബോധമുള്ളത് അവരാണ് അല്ലാഹുവിന്റെ അടുത്ത സ്ഥാനമുള്ളവർ. ഇതല്ലേ ഖുർആൻ പഠിപ്പിച്ചത്. അദ്ദേഹം വീട്ടിനകത്ത് കടന്നു. ആ പെണ്ണ് വിചാരിച്ചു, റബ്ബേ, ഒരു അന്യ പുരുഷൻ എന്റെ വീട്ടിലേക്ക്, എന്റെ ഭർത്താവ് നാട്ടിലില്ല, പിഞ്ചു പൈതങ്ങളാണ് അവിടെയുള്ളത്, ഇവിടെ നടക്കാൻ പോകുന്നതിന് ഹറാൻ. അല്ലാഹുവേ, നിന്റെ സംരക്ഷണമില്ലാതെ എനിക്ക് സംരക്ഷണം കിട്ടില്ല എന്ന് ആ പെണ്ണ് ചിന്തിച്ചിട്ടുണ്ടാവണം. അവള് പറഞ്ഞു, നിങ്ങൾ ബേജാറാവല്ല, വീടിന്റെ ഉള്ളിലേക്ക് വാ. ആ മനുഷ്യനെ വീട്ടിലേക്ക് വിളിച്ചു. എന്നിട്ട് അവൾ അവിടെ കസേരയിൽ ഇരുന്നു കൊണ്ട് അയാൾ പറഞ്ഞു, എനിക്ക് കൈകാലുകൾ വിറക്കാൻ തുടങ്ങി, എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. നല്ല ആളാണ്, പക്ഷെ ആ നേരത്തെ പിശാച് തലയിൽ കയറിയതാണ്. ഇത് പണ്ഡിതന്മാർക്ക് സംഭവിക്കാം, മുതഅല്ലിമീങ്ങൾക്ക് സംഭവിക്കാം, പിന്നെയുണ്ടോ സാധാരണക്കാരെ സംബന്ധിച്ച് പറയാൻ. ചില സമയങ്ങളുടെ അവസരങ്ങളാണ് അല്ലാഹു നമ്മുടെ ഈമാൻ പോലും എടുത്തു കളയാൻ കാരണമാകുന്നത്. ആ പെണ്ണ് പറഞ്ഞു, അവൾ ഇരുന്നിട്ട് പറഞ്ഞു, ഈ വാതിലടച്ചേക്ക്. അവൻ വിചാരിച്ചു ഇവൾ റെഡിയാവുകയാണെന്ന്. പിന്നെ അവൾ പറഞ്ഞു, ആ ജനലും അടച്ചേക്ക്. എന്നിട്ട് പറഞ്ഞു, ആ ജനലിന്റെ കർട്ടൻ എന്ന് വലിച്ചേക്ക്. അതുകൂടെ അവൻ ചെയ്തപ്പോൾ അയാൾ ചോദിച്ചു, പെണ്ണേ, വീടിന്റെ വാതിലൊക്കെ സുരക്ഷിതമല്ലേ? എല്ലാം അടഞ്ഞു കഴിഞ്ഞിട്ടില്ലേ? അവൾ പറഞ്ഞു, ഒരു വാതിൽ കൂടെ അടക്കാനുണ്ട്. ആ വാതിൽ അടച്ചാൽ നിങ്ങൾക്ക് വേണ്ടത് ഞാനുമായിട്ട് നിങ്ങൾക്ക് നിർവഹിക്കാം. ആ ഒരു വാതിൽ കൂടെ അടച്ചിട്ട് മതി. അതേതാണ്? എവിടുത്തെ വാതില? അടുക്കള ഭാഗത്താണോ, ഇപ്പുറത്താണോ, അവിടെയാണോ, ഇവിടെയാണോ? അവൻ ചോദിക്കാൻ തുടങ്ങി. ഇയാൾ കഥ പറയുകയാണ്. ആ പെണ്ണ് എന്നോട് പറഞ്ഞു, ബാബുൻ വാഹിദ്, ഒരു വാതിൽ അടക്കാൻ ബാക്കിയുണ്ട്. ആ വാതിൽ അടച്ചില്ലെങ്കിൽ സംഗതി സുരക്ഷിതമല്ല. ഏത് വാതില്? അൽ ബാബുല്ലദീ ബൈനനാ വ ബൈനല്ലാഹ്. നമ്മൾ രണ്ടുപേർക്കും അല്ലാഹുവിനും ഇടയിലുള്ള വാതിൽ ഇപ്പോഴും അടഞ്ഞിട്ടില്ല. അതടച്ചിട്ട് പോരെ എന്ന് ആ പെണ്ണെന്നോട് ചോദിച്ചപ്പോഴാണ് വികാരം ആളിക്കയറുകയായിരുന്ന നേരത്ത് എന്റെ ഞരമ്പുകൾ തണുത്തു പോകുന്നത്. ഞാൻ എന്നെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി. എന്താണ് ഈ പെണ്ണ് പറയുന്നത്? ഭർത്താവ് നാട്ടിലില്ലാത്തൊരു സമയത്ത് ഭർത്താവ് യാത്രക്ക് പോയതാണ്. സമാന സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിൽ, അയൽപക്കങ്ങളിൽ ഉണ്ടായിക്കൂടെ? ആ പെണ്ണ് പറഞ്ഞത്, അൽ ബാബുല്ലദീ ബൈനനാ വ ബൈനല്ലാഹ്. എന്റെയും നിങ്ങളുടെയും, നമ്മൾ രണ്ടുപേരും കഴിച്ചാൽ അല്ലാഹുവിന്റെ ഇടയിൽ ഒരു വാതിലുണ്ട്. അവൻ അല്ലാഹു നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അല്ലാഹുവിനെ പേടി വന്നു. റബ്ബേ, നീ എന്നെ കാണുകയാണല്ലോ,
ഈ പെണ്ണ് ഇത്രമേൽ സൗന്ദര്യമുണ്ടായിട്ട് ആ പെണ്ണിനൊരു പക്ഷേ എന്തെങ്കിലും സാമ്പത്തിക ലാഭം എന്നിലൂടെ കിട്ടിയേക്കാം, അതുപോലും മോഹിക്കാതെ സ്വന്തം ശരീരം തന്റെ ഭർത്താവിന് മാത്രമാണ് അല്ലാഹു അനുവദിച്ചത് എന്ന് വിശ്വസിച്ചതിന്റെ പേരിൽ താനുമായി ഒരു ഹറാമ് ചെയ്യാൻ വിസമ്മതിച്ചുകൊണ്ടും തന്നെ അല്ലാഹുവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടും പറഞ്ഞ പെണ്ണാണത്. ആ പെണ്ണിന്റെ വാക്കിലൂടെ എന്റെ ഹൃദയത്തിലേക്ക് ഈമാൻ തിരിച്ചു വന്നു. എന്താ തിരിച്ചു വന്നു എന്ന് പറയാൻ കാരണം, ഒരു വ്യഭിചരിക്കുന്ന മനുഷ്യനും വ്യഭിചരിക്കുന്ന നേരത്ത് അവന്റെ ദേഹത്ത് ഈമാൻ ഉണ്ടാവില്ല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ ഈമാൻ ഊരിയെറിഞ്ഞതിന്റെ ശേഷമേ നിങ്ങൾക്ക് ആ തിന്മ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ചിന്തയിൽ നിൽക്കുകയായിരുന്ന എന്റെ മനസ്സിലേക്ക് ഈമാൻ തിരികെ വന്നു. അല്ലാഹുവിന്റെ ചിന്ത ആ മനുഷ്യന്റെ ഖൽബിലേക്ക് വരികയാണ്. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനർ റഹ്മാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. ഈമാനുള്ള ആളുകൾ പക്ഷേ ചില സാഹചര്യങ്ങളിൽ ടെംപ്റ്റഡായി പോകാം, ചില സാഹചര്യങ്ങളിൽ പെട്ടുപോകാം. എന്നാലും അവർക്ക് അല്ലാഹുവിന്റെ വിളിയാളം വരുമ്പോ, പള്ളിയിൽ നിന്ന് വാങ്ക് വിളിക്കുമ്പോഴെങ്കിലും അല്ലാഹുവിന് ഓർമ്മ വരും. ഒരു ഖുർആൻ പാരായണം, അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു ചിന്ത അവിടെ പറയപ്പെടുമ്പോൾ പിന്നെ അവരുടെ എല്ലാ ആവേശവും കെട്ടുപോവുകയാണ്. അദ്ദേഹം പറഞ്ഞു, ആ പെണ്ണ് ചോദിച്ചു, അവലസ്ത ബിജാരിനൽ ഹദ്ദാദ്, നിങ്ങൾ എൻ്റെ അയൽവാസിയായ ഈ കൊല്ലപ്പണിക്കാരനല്ലയോ? പറഞ്ഞു, ബലാ, അതേ ആ ആള് തന്നെയാണ് ഞാൻ. ആ പെണ്ണ് പറഞ്ഞു, അസ്അലുക അസ്അലുല്ലാഹ അസ്സ വജൽ. ആ പെണ്ണിന്റെ ദുആയാണ്. എന്റെ ഇരുമ്പ് കയ്യില്, ചൂടുള്ള ഇരുമ്പ് കൈ കൊണ്ട് തൊട്ടപ്പോ പൊള്ളാത്തതെന്ന് ചോദിച്ചില്ലേ, ആ പെണ്ണിന്റെ ദുആയാണത്. ആ പെണ്ണ് ദുആ ചെയ്തു കൊടുത്തു. തിന്മയിൽ നിന്ന് ഇയാൾ പിന്മാറിയപ്പോ ആ പെണ്ണ് ദുആ ചെയ്ത ദുആയാണ് ചരിത്രം ഇത് രേഖപ്പെടുത്തി. അസ്അലുല്ലാഹ ജല്ല വഅലാ അൻ യഖിയക ഹർറൻ നാരി ഫിദ്ദുനിയാ വൽ ആഖിറ. ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, ദുനിയാവിലോ ആഖിറത്തിലോ തീയിന്റെ ചൂട് നിങ്ങൾക്ക് ഏൽക്കരുതേ എന്ന് ഞാൻ അല്ലാഹുവിനോട് ദുആ ഇരക്കുകയാണ്. മാലിക് ഇബ്നു ദീനാറേ, ആ പെണ്ണിന്റെ പ്രാർത്ഥന ഉണ്ടായതിന് ശേഷം ദുനിയാവിലെ തീ എന്റെ കൈകളിൽ തൊട്ടാൽ എന്റെ കൈ പൊള്ളാറില്ല. ഇനി ഞാൻ ആഗ്രഹിക്കുന്നു, വഹുവ മാ അർജൂഹു ഫിൽ ആഖിറ, നാളെ പരലോകത്തും അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആഖിറത്തിലെ തീയും തുടരുതേ എന്ന് ആ പുണ്യവതിയായ പെണ്ണെനിക്ക് വേണ്ടി ദുആ ചെയ്തുവല്ലോ. ആ ദുആ ദുനിയാവിൽ ഞാൻ അനുഭവിക്കുകയാണ്. നാളെ പരലോകത്തും ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടിരിക്കണം. അതാണ് മാലിക് ഇബ്നു ദീനാറേ ഞാനിങ്ങനെ പച്ചയിൽ ഇരുമ്പ് തൊടുന്നതിന്റെ രഹസ്യമെന്ന് മഹാനായ അൽ ആലിമുർ റബ്ബാനി, മഹാനായ അശ്ശൈഖ് മാലിക് ബിൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി, താബിഈങ്ങളുടെ കാലഘട്ടങ്ങളിൽ ലോകത്ത് വന്ന ലോകപ്രസിദ്ധനായ പണ്ഡിതനാണ്. അദ്ദേഹം ഉദ്ധരിച്ച സംഭവമാണിത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽഗൈബ്, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽഗൈബ് ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ വഅസിറൂ ഖൗലകും അവജ്ഹറൂ ബിഹി ഇന്നഹു അലീമുൻ ബിദാതിസ് സുദൂർ. അലാ യഅലമു മൻ ഖലഖ, അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. സൂറത്തുൽ മുൽക്കാണിത്, തബാറക സൂറത്ത് എന്നും ഓതേണ്ട സൂറത്തല്ലേ ഇത്. വഅസിറൂ ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽഗൈബ്, കണ്ണുകൊണ്ട് കാണപ്പെടാത്തവനായ അല്ലാഹു, അല്ലാഹു the God Almighty who is unseen, കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല റബ്ബിനെ. ലാ തുദ്രികുഹുൽ അബ്സാർ, ലാ തുദ്രികുഹുൽ അബ്സാർ, no eyes can conceive him. അല്ലാഹുവിനെ ഉൾക്കൊള്ളാൻ കണ്ണുകൊണ്ട് കഴിയില്ല. വഹുവ യുദ്രികുൽ അബ്സാറ, അല്ലാഹുവാണ് കണ്ണുകളെ നിയന്ത്രിക്കുന്നത്. He is the one controlling the eyes. കണ്ണുകളെ
കാണാത്തത് കാണിച്ചു കൊടുക്കാനും കണ്ടുകൊണ്ടിരിക്കുന്നത് കാണാതെയാക്കാനും ആർക്ക് കഴിയും? അല്ലാഹുവിന് കഴിയും. وهو اللطيف الخبير. He is the subtle, the all-knowing. അല്ലാഹു സസൂക്ഷ്മം അറിയുന്നവനാണ്. മൈന്യൂട്ട് ഡീറ്റെയിൽസ് അല്ലാഹുവിന് അറിയാം. നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും അറിയും, ക്ലിയർ ചാറ്റ് ചെയ്താലും അറിയും, അക്കൗണ്ട് മാറ്റിയടിച്ചാലും അറിയും, നിങ്ങളുടെ ഐഡന്റിറ്റി ഫേക്ക് ചെയ്താലും വഹുവൽ ലത്തീഫുൽ ഖബീർ. ഇത് വിശ്വസിക്കുമ്പോഴേ മുഅ്മിനാവുള്ളൂ.